ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ജിമ്മിലെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ഇന്ന് സ്റ്റാർട്ടിങ് തന്നെ ആയതുകൊണ്ട് ഒരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേനും 6:30 ആകുമ്പോഴത്തേനും പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. 6:30ക്കാണ് അവിടെ ഓപ്പൺ ആവുന്നത്. അപ്പോൾ ആ ടൈമിനൊക്കെ പോകണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഓളുടെ മോൾക്ക് മദ്രസയിലെ എക്സാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരം വൈകി ഒരു 7:00 ആയപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ. മാത്രമല്ല പിന്നെ ഞാൻ മോനെ കൊണ്ടുവന്നിട്ടില്ല, വീട്ടിലാക്കി പോന്നിക്കാണ്. അതുകൊണ്ട് തന്നെ ഓൻ്റെ ഫുഡ് കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കി. അതുപോലെ ഓൻ എണീറ്റാൽ ഓനിട്ട് കൊടുക്കാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് ഉമ്മാക്ക് കാണാൻ വേണ്ടിയിട്ട്. ഉമ്മയാണ് നോക്കുന്നത്. അപ്പോൾ എവിടേക്കാണ് വെച്ചത് എന്നറിയില്ലല്ലോ. അപ്പോൾ ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി ഞാൻ കൊടുത്തിട്ടായിട്ട് പോകുന്നത്. അപ്പോൾ അതും കൂടെ ആയതുകൊണ്ട് നേരം വൈകിയതാണ്. ഞാനിവിടെ മുമ്പിൽ മാത്രമേ കാണിക്കുന്നു, കാരണം ബാക്കിൽ ഒരുപാട് ലേഡീസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓൾക്ക് അതൊരു ബുദ്ധിമുട്ടാവുമെന്ന് കരുതിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്നും ഇവിടെ കാണിക്കുന്നുള്ളൂ കേട്ടോ. ഒരു 9:45 ആയപ്പോഴത്തേക്കും ഞങ്ങൾ വർക്കൗട്ട് കാര്യങ്ങളൊക്കെ തീർത്തു. അധികമൊന്നും ഇല്ലേനു. എനിക്കധികം വെയിറ്റും കാര്യങ്ങളൊന്നും പറ്റാത്തതുകൊണ്ടും ഓവർ ഹെവി വർക്കൗട്ടും പറ്റാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു ട്രെഡ്മില്ലും സൈക്കിള് വാമപ്പ് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ ഓൾ ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ പുറത്ത് ഒരുപാട് നേരം പോസ്റ്റ് അടിച്ച് നിന്നു കേട്ടോ. ഇതിനു മുമ്പ് ഞാൻ വെയിറ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ജിമ്മിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അത് ഡെലിവറിക്ക് മുൻപേനു. മിക്ക ലേഡീസുള്ള ജിമ്മിലും ഉണ്ടാവുന്ന ഒരു കാര്യം കേട്ടോ, ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ അതില്ലേനു. അവനവൻ്റെ വർക്കൗട്ടും കാര്യങ്ങളും കഴിഞ്ഞ് അങ്ങ് പോവല്ലാണ്ട് വേറൊരു സംസാരവും കാര്യങ്ങളും ഒന്നുമില്ലേനു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാൽ ഓൾ ഫ്രഷായി വന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങളിങ്ങനെ സംസാരിക്കുന്നു ഇന്ന് എന്താ കഴിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമുക്ക് എന്തും കഴിക്കാം, നാളെ ഹെവി ഡയറ്റും ഹെവി വർക്കൗട്ടാണ്. അങ്ങനെ ഓരോ കാര്യങ്ങൾ സംസാരിച്ച് വാങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ ലിസ്റ്റൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ കിട്ടും. നമുക്ക് മധുരമൊക്കെ ഭയങ്കര ക്രേവിങ്സ് ആയിട്ട് വരുന്ന സംഭവങ്ങളല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് കഴിക്കാമെന്ന് കരുതി. ഇനി നമുക്കിതൊന്നും കഴിക്കാൻ പറ്റൂലല്ലോ. കഴിക്കാൻ പറ്റൂലെന്ന് വെച്ചാൽ നമ്മൾ നോക്കിയാൽ നമ്മൾ വെയിറ്റ് കുറയും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ആദ്യം സെൻട്രൽ ഫ്രഷ് വേണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അതാണ് കേട്ടോ കണ്ടത്. അപ്പോൾ ഓൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു, ഇതാണ് സെൻട്രൽ ഫ്രഷ്, ഇത് അവിടെ എടുത്തോന്ന് പറഞ്ഞു. എടുക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷെ ഓളിങ്ങനെ പെറുക്കി ഇടുന്നുണ്ട്, എന്തിനാണോ എന്തോ. ഏത് നേരം നോക്കിയാലും ഓളെ വായിലുണ്ടാകുന്ന ഒരു സാധനമാണ് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിലും എനിക്ക് സെൻട്രൽ ഫ്രഷ് വേണം എന്നുള്ളൊരു മൈൻഡൊക്കെയാണ് കേട്ടോ ഓൾക്ക്. പിന്നെ ഓൾ ഈ വായിലിട്ടാൽ പൊട്ടുന്നൊരു സംഭവമില്ലേ, അത് ഒന്നെടുത്തു. പിന്നെ ഞാൻ കാഷ്യൂം എടുത്തിട്ടോ. ഇതുപോലെ മസാലസൊക്കെ ചേർക്കുന്ന കാഷ്യൂം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനൊന്ന് ചീസ് ഫ്ലേവറിലുള്ളതും ഒന്ന് സാൾട്ടി ഫ്ലേവറിലുള്ളതാണ് കേട്ടോ. അതേപോലെ ഗാർലിക് ഫ്ലേവറിലുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ അത് അവിടെ ഇല്ലേനു. ഉള്ളത് ഞാൻ എടുത്തതാണ് കേട്ടോ. പിന്നെ മധുരമൊക്കെ ഉള്ള എന്തെങ്കിലുമൊക്കെ ഒന്ന് എടുത്ത് വെക്കാമെന്ന് കരുതിയിട്ട് അങ്ങ് നോക്കിയിട്ട് ഇതെടുക്കും. കുറേ കേക്കാണ്, സ്ലൈഡ്സ് കേക്ക് അതുപോലത്തെ അങ്ങനത്തെ കുറച്ച് കേക്ക് ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. അതൊക്കെ ഒന്ന് നോക്കി അതിലേതാ അപ്പോൾ ഇഷ്ടപ്പെട്ടത് എന്നൊക്കെ നോക്കിക്കാണ്ട് എടുക്കുകയാണ്. അതിൽ ഒന്ന് ഞാൻ 2-3 ഫ്ലേവർ ഞാൻ എടുത്തിട്ടോ. ആദ്യം ഞാൻ എടുത്തത് ഈ ഒരു മാർബിൾ കേക്കാണ്, സ്ലൈഡ് മാർബിൾ കേക്ക് കേട്ടോ. ഇത് ചോക്ലേറ്റും വാനിലയും കൂടി മിക്സ് ചെയ്തിട്ട് വരുന്നതാണ്. അത് ഒരു പാക്കറ്റ് എടുത്തു കേട്ടോ. ഷോപ്പ് ഇപ്പോൾ ഓപ്പൺ ആക്കുന്നേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ സ്റ്റോക്കും കാര്യങ്ങളൊന്നും അധികമില്ല. ഓലൊക്കെ എല്ലാം റെഡിയാക്കി വെക്കുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഞാൻ രണ്ടാമതായി ഈ ഡ്രീം ചോക്കോ കേക്കും കൂടി എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു ആ വാനില കേക്ക് മാത്രമേ ഞാനൊന്ന് മേടിച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ബാക്കി ഈ ഫ്ലേവറൊന്നും ഞാൻ ഫസ്റ്റ് ടൈം മേടിക്കുക. പിന്നെ ഒരു ഓറഞ്ച് ഫ്ലേവറിലുള്ള കേക്കും കൂടെ എടുത്തു. അത് കഴിഞ്ഞ് ഞാൻ അപ്പുറത്ത് ഈ ഒരു നമ്മളെ ബ്രൗണി ഇല്ലേ, അത് 20 രൂപയ്ക്ക് ഒരു പാക്കറ്റിൽ ചെറിയൊരു പീസാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ അതും ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. അതുപോലെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിട്ട് നമ്മൾ ഈ കപ്പലണ്ടി മിഠായി ഇല്ലേ, അത് പൊടിച്ചിട്ട് കപ്പലണ്ടി മിഠായി ഉണ്ടാക്കുന്ന പോലെ തന്നെ ഉണ്ടാക്കും കേട്ടോ. ഈ ഒരു സാധനമാണത്. അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഈ 2 സാധനം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. അതിലൊന്നും കൂടെ മുകളിൽ നിൽക്കുന്നത് ആ പൊടിച്ച് ചേർക്കുന്നതാണെന്നുള്ളൂ കേട്ടോ. പിന്നെ ഉമ്മാൻ്റെ ഫേവറേറ്റ് ആട്ടോ ഈ കപ്പലണ്ടി മിഠായി, അതും ഞാനൊന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ അതാ ഓൾ ലേസ് എടുക്കുകയാണ്. ഓൾ ഷോപ്പിലേക്ക് അവിടെ നിന്ന് പോകുന്നത്. അപ്പോൾ എനിക്ക് ലേസ് മതി പറഞ്ഞാണ്ട് എടുക്കാം. അപ്പോൾ ഓളൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഓൾക്ക് ഈ മഞ്ഞ ലേസാണ് ഇഷ്ടം. എന്നാലും ഓരോന്ന് തൊട്ടാണ്ട് ഇതെടുത്താലോ എന്നൊക്കെ പറഞ്ഞ ഫോർമാലിറ്റിയാണ്. കാരണം മറ്റേന് 30 രൂപേന്. അപ്പോൾ ഇനി ലാസ്റ്റ് ഓൾ അതും കൂടി എടുത്തിട്ട് ഞങ്ങൾ ബില്ല് ചെയ്തു അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇനി ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ടായിരുന്നു. മോൻ്റെ ഫുഡും കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു, അതൊക്കെ മേടിക്കാണ്ടായിരുന്നു. അപ്പം മോന് വീട്ടിൽ നിന്ന് ഉണർന്ന് പറഞ്ഞ് വിളിച്ചപ്പം ഞാൻ വേഗം വണ്ടി വിളിച്ച് പോയതാട്ടോ. അങ്ങനെ വീട്ടിലെത്തിയാണ്ട് ഞാൻ മേടിച്ച 2-3 കേക്കില്ല, അതൊന്ന് അൺബോക്സ് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ടൈം ഈ ഡ്രീംസ് ചോക്കോ ബ്രൗണി കേട്ടോ.
ഇതിൽ ഒരു 20 രൂപയാണ് വില. ഒരു ചെറിയൊരു പീസേ ഉണ്ടാവുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള, ഭയങ്കര സോഫ്റ്റാണ്, ഉള്ളിൽ ഭയങ്കര ചോക്ലേറ്റി ആയിട്ടുള്ളൊരു ബ്രൗണി തന്നെയാണ് കേട്ടോ. ഈ 20 രൂപയ്ക്ക് കൊടുത്ത് മേടിക്കുന്നതിൽ ഭയങ്കര വർത്താണ്. നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. വീട്ടിലുണ്ടാക്കിയിട്ടുണ്ട് അതിനൊരു തവണ. പുറത്തുനിന്നൊന്നും അങ്ങനെ മേടിച്ച് കഴിച്ചിട്ടില്ല. പക്ഷേ ഞങ്ങൾ വീട്ടിലുണ്ടാക്കി കഴിച്ചതിനെക്കാട്ടിലും നല്ല ബെസ്റ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റ് സാധനം തന്നെയാണ് കേട്ടോ. പിന്നെ സെക്കൻഡായിട്ട് ഇതാ ഞാൻ ഓപ്പൺ ആക്കുന്നത് ഡ്രീംസ് ചോക്കോ കേക്കാണ് കേട്ടോ. മറ്റേ ഇതിൻ്റെ കൂടെ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഓറഞ്ച് ഫ്ലേവർ ഞാൻ വന്നപ്പോൾ തന്നെ കുട്ടികൾ കഴിച്ചാണ്ട് ഒരു സ്കൂളിൽ പോയിട്ട് ഞാൻ വരുന്ന ടൈമിൽ ഒരു പോകാൻ വേണ്ടിയിട്ട് വണ്ടിക്ക് വെയിറ്റാക്കി നിൽക്കുന്നു. അപ്പോൾ തന്നെ അവരത് കഴിച്ചു പോയി. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്നത് ഒരു ക്ലാസ് വിട്ട് വരുമ്പോഴേക്കും അത് ഇതേമാതിരി വീഡിയോ എടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് പെട്ടെന്ന് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. പിന്നെ ഒരുപാടൊന്നും നമുക്കിത് കഴിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഒരു സ്ലൈഡ്സോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എടുത്ത് കഴിക്കാനേ പറ്റുള്ളൂ. ഭയങ്കര സ്വീറ്റ് മുന്നിട്ട് നിൽക്കുന്നൊരു സംഭവം തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ അധികമൊന്നും കഴിക്കാൻ പറ്റില്ല. ചോക്ലേറ്റ് ഫ്ലേവർ നല്ലോണം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. ഭയങ്കര എനിക്ക് തോന്നുന്നത് ഈ വാനില എസൻസ് ഒക്കെ നല്ല പോലെ ഇതിനകത്തുണ്ട് കേട്ടോ. കുഴപ്പമില്ല, കഴിക്കാം. നമുക്ക് സ്വീറ്റിന് വേണ്ടിയിട്ട് ഇത്തിരി കഴിക്കാം. പിന്നെ സെക്കൻഡ് ഈ മാർബിൾ കേക്കാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിൽ മറ്റേതിൻ്റെ അത്ര തിക്കായിട്ടുള്ള സ്ലൈഡ്സ് ഒന്നും ഇല്ല കേട്ടോ. മറ്റേതിന് കുറച്ച് വില ഉണ്ട് തോന്നുന്നു ഇത് സംബന്ധിച്ചിടത്തോളം. കാരണം ഇതിൽ അത്യാവശ്യം കുറച്ച് സ്ലൈഡ്സ് നല്ല കട്ടിയിൽ അത്യാവശ്യം ഒരുപാടുണ്ട്. ഇതിൽ അങ്ങനെ അങ്ങോട്ടില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. ആ തരുന്ന ആ ബോക്സിൽ തന്നെ ഫുള്ളായിട്ടില്ല കേട്ടോ. ഇതിൽ വാനിലയും ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിലും വാനിലേൻ്റെ ടേസ്റ്റേ കിട്ടണുള്ളൂ. ചോക്ലേറ്റിൻ്റെ ടേസ്റ്റ് ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ പെട്ടെന്ന് വീഡിയോ തന്നെ അവസാനിപ്പിച്ചു. നല്ല മഴ ഉണ്ടായിരുന്നു, ഞാൻ പുറത്തുനിന്ന് വീഡിയോ എടുത്തിന്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് അവസാനിപ്പിച്ചു വീഡിയോ. ഞാൻ ഇന്നത്തെ വീഡിയോ അത് അവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് ചാനലൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതേക്കും